സമ്മേളനം നമ്മളെ രാഷ്ട്രീയമായും ആശയപരമായും ഒക്കെ കൂടുതൽ ദൃഢതയുള്ള വ്യക്തികളായിട്ട് രൂപീകരിച്ചെടുക്കാനും അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്നവരായിട്ട് രൂപപ്പെടുത്തിയെടുക്കാനും ഒക്കെ വളരെ സഹായകരമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ശക്തികൾ ഒരു ഭാഗത്ത് വർഗീയ ഫാസിസവും മറുഭാഗത്ത് നവലിബറൽ സാമ്പത്തിക നയങ്ങളും കെട്ടഴിച്ചു വിട്ടുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് നേരെ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിസാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമരരംഗത്ത് വരുന്നതിനും സംഘടനാ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് CPIM. ആ നിലയിൽ ഈ കാലഘട്ടം പാർട്ടിയെ ഏൽപ്പിക്കുന്ന കടമകൾ നിർവഹിക്കാൻ തക്ക വിധത്തിൽ സംഘടനയെ കുറ്റമറ്റതാക്കാനും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ആശയ സമാഹരണത്തിന് സാധ്യതയുണ്ടാക്കാനുമൊക്കെ കഴിയുന്ന വിധത്തിലാണ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ബൂർഷ്വ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് കൃത്യമായ സമയ കാലയളവിൽ എല്ലാ തലങ്ങളിലും സമ്മേളനങ്ങൾ ചേർന്ന് വിശദമായ ചർച്ചകളിലൂടെ സ്വയം വിമർശനപരമായിട്ടുള്ള ചർച്ചകളിലൂടെ കൃത്യതയാർന്ന പ്രവർത്തന പരിപാടി മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത്. നവകേരളത്തിൻ്റെ പുതുവഴികൾ, നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ, വികസന രേഖ കേരളത്തിൽ എത്രത്തോളം മാറ്റങ്ങളായിരിക്കും ഇനി കൊണ്ടുവരാൻ പോകുന്നത്? നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ളത് ഒരു തുടർച്ചയാണ്. യഥാർത്ഥത്തിൽ ഐക്യകേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടങ്ങി വച്ചൊരു വികസന സമീപനമുണ്ട്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നുള്ളതാണ്. ഒരു വശത്ത് ജനങ്ങളുടെ ക്ഷേമവും മറുവശത്ത് നാടിൻ്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസന മുന്നേറ്റവും, ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇടതുപക്ഷം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ, അവ ഉറപ്പാക്കിക്കൊണ്ട് ഈ പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും അനുസൃതമായിട്ടുള്ള എല്ലാവിധ വികസന സാധ്യതകളും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാഴ്ചപ്പാടാണ് നവകേരളത്തിൻ്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ കേരളം ഇക്കാലം അത്രയും ആർജിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് പറയുന്നത് അറിവാണ്, വിജ്ഞാനമാണ്. അതുകൊണ്ട് ആ വൈജ്ഞാനിക മൂലധനത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാര വർധനവിനും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നതിനുമൊക്കെയുള്ള കാഴ്ചപ്പാട്, ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി കേരളത്തെ മാറ്റുക. അത് വെറും വൈജ്ഞാനിക സമൂഹമല്ല, ജനപക്ഷ ബദലായിട്ടുള്ള ഒരു വൈജ്ഞാനിക സമൂഹമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയിലൂടെ കേരളത്തെ മുന്നോട്ട് നയിക്കാനാണ് ഈ നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കടമകളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ നവകേരളത്തിലേക്ക് നമ്മുടെ കേരളീയ സമൂഹത്തെ നയിക്കേണ്ടുന്ന വിഭാഗങ്ങളെ ആകെ ശാക്തീകരിക്കുക, പ്രത്യേകിച്ച് പാർശ്വവൽകൃത വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരിക, അതിനൊക്കെയുള്ള പ്രത്യേക പദ്ധതികളും പരിപാടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ 95% കാര്യങ്ങളും പൂർത്തീകരിച്ച അവസ്ഥയാണ് ഇന്നുള്ളത്. ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ വരവിനായിട്ട് ഒരു അടിത്തറ പാകലാകില്ലേ ഈ സംസ്ഥാന സമ്മേളനം? തീർച്ചയായും. കാരണം ഇതൊരു തുടർച്ചയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴൊക്കെയും കേരളത്തിലെ ജനജീവിതത്തിൽ അർത്ഥപൂർണമായ മാറ്റങ്ങൾ പോസിറ്റീവായ നിലയിൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പൊതുമേഖലാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും പൊതു എന്ന വാക്കിൻ്റെ കുടക്കീഴിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷിതത്വവും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം നയിക്കുന്ന ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അതാണ് UDFും LDFും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസവും. ആ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വരുമ്പോഴൊക്കെയും ആ ഗവൺമെൻറ് ഏത് വിധത്തിലാണ്
പ്രവർത്തിക്കേണ്ടത് ഏത് ദിശയിലായിരിക്കണം നാടിൻ്റെ വികസന മുന്നേറ്റം എന്നുള്ളത് വ്യക്തമായും മൂർത്തമായും നിശ്ചയിച്ചുറപ്പിച്ചാണ് അതിനുള്ള കൃത്യമായ പദ്ധതി രേഖയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നേരെ മറിച്ച് UDF ആണെങ്കിൽ വളരെ അലസമായ സമീപനത്തോടു കൂടി വന്നത് പോലെ വരും എന്നുള്ള സമീപനമാണ്. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കൃത്യമായ ആസൂത്രണ പ്രക്രിയയോടെ ദൂരക്കാഴ്ചയോടെ നമ്മുടെ 21ാം നൂറ്റാണ്ടിലെ ആദ്യപാദം പിന്നിടുന്ന സന്ദർഭത്തിലെ ലോക സാഹചര്യങ്ങളിൽ മത്സരാധിഷ്ഠിത ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെന്ന് CPM-നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അതിന് എതിരായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ സർക്കാരിനെ പറ്റിയിട്ടാണെങ്കിലും പാർട്ടിയെ പറ്റിയിട്ടാണെങ്കിലും വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങൾ നിരന്തരം പടച്ചുവിടുന്നത്. അതിനെ പറ്റിയിട്ട് മാധ്യമങ്ങൾ എപ്പോഴും അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന മൂലധനത്തിൻ്റെ സ്വഭാവമാണ് പ്രദർശിപ്പിക്കുക. മാധ്യമങ്ങളുടെ മുതലാളിമാരുടെ താല്പര്യങ്ങളാണ് അവർ പ്രധാന പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ജനതാല്പര്യമോ സമൂഹത്തിൻ്റെ താല്പര്യമൊക്കെ അതിനേക്കാൾ വളരെ താഴെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് വലതുപക്ഷ നിലപാട്. മിക്കവാറും മാധ്യമങ്ങൾ വലതുപക്ഷ നിലപാടുള്ള മൂലധനത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അവരുടെ മുതലാളിമാരുടെ ഒരു വർഗ സ്വഭാവത്തിന് അനുസരിച്ച് വലതുപക്ഷ നിലപാടുള്ള മാധ്യമങ്ങളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ അവർ നിരന്തരം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താറടിച്ച് കാണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്, ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെയാണ്. വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്ന ദൃഢവിശ്വാസത്തോടെ, ഇച്ഛാശക്തിയോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാധ്യമങ്ങളുടെ കള്ളപ്രചരണത്തെ അതിജീവിച്ചുകൊണ്ടാണല്ലോ രണ്ടാമതും അധികാരത്തിൽ വന്ന് ഭരണ തുടർച്ച ഉറപ്പാക്കിയ ഒരു ഐതിഹാസിക വിജയം തന്നെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നതൊക്കെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ജനങ്ങളിപ്പോൾ വഴി മാറിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് തന്നെ പല സന്ദർഭത്തിലും തങ്ങൾ പറഞ്ഞ നുണകളെ തിരുത്തി പറയേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പരമാവധി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങളോട് നേരിട്ട് സംവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബദൽ മാർഗം.